പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനിൽ നിന്ന് തുടങ്ങാം. അതായത് 2021 തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നിന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പകരക്കാരനായി സാധാരണയായി മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാറ്. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്ന അസാധാരണമായൊരു നടപടിയെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉരുത്തിരിയുന്നു. അവിടെ വി.ഡി. സതീശൻ എന്ന പറവൂർ MLA, മുൻപ് അദ്ദേഹം മറ്റ് പദവികളൊന്നും വഹിച്ചിട്ടില്ല, അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിൻ്റെ പിന്തുണയോടെ, കെ.സി. വേണുഗോപാലിൻ്റെ അനുമതിയോടെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. കേരളത്തിൽ പ്രധാനപ്പെട്ട 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അതിൽ തൃക്കാക്കരയിൽ P.T. തോമസിൻ്റെ മരണത്തെ തുടർന്ന് ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ ഉവ തോമസ് ജയിച്ചു കയറുന്നു. പിന്നീട് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ജനസ്വീകാര്യതയുള്ള നേതാക്കളിൽ ഒരാളായിരുന്ന ഉമ്മൻചാണ്ടി, അദ്ദേഹമാണ് അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ചാണ്ടി ഉമ്മൻ. പിന്നീട് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ മാറിയതിനെ തുടർന്ന് പാലക്കാട് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇങ്ങനെ 3 പേർ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത്. അതിൽ 2 പോരാട്ടത്തെ നമുക്ക് രാഷ്ട്രീയ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം PT-യോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടായി തൃക്കാക്കരയിൽ. അതോടൊപ്പം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്നത് ഒരു വൈകാരികതയാണ്. അത് അങ്ങനെ മാത്രം അതിനെ വ്യാഖ്യാനിച്ചാൽ മതി. പക്ഷേ പാലക്കാട് നടന്നത് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടമാണ്. ചേലക്കരയിൽ ഇടത്തുകോട്ടയിൽ ഭൂരിപക്ഷം അവർക്ക് നന്നേ കുറയ്ക്കാൻ, പകുതിയായി താഴെ കുറയ്ക്കാൻ കഴിഞ്ഞു. അത് വി.ഡി. സതീശൻ തൻ്റെ നേട്ടമായി അവകാശപ്പെടുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയൊരു വിജയം കോൺഗ്രസിന് ഉണ്ടാകുന്ന സാഹചര്യം, അതും തൻ്റെ പ്രവർത്തന മികവെന്ന വിലയിരുത്തലിലാണ് വി.ഡി. സതീശൻ. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ, അല്ലെങ്കിൽ പാർട്ടിയുമായി ഒത്തുപോകാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ ഉണ്ടായി. അങ്ങനെയാണ് കെ. സുധാകരനെ KPCCയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയും പകരക്കാരനായി സണ്ണി ജോസഫ് ചുമതലയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷവും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവുമായി അത്ര സുഗമമായ ബന്ധത്തിലായിരുന്നില്ല വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറയുന്നത് KPCC അധ്യക്ഷനും 3 വർക്കിംഗ് പ്രസിഡന്റുമാരും സമാന്തരമായി പാർട്ടിയെ നയിക്കുന്ന ഒരു നിലപാടാണ്. അത് അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും പല ഘട്ടങ്ങളിലും തയ്യാറായിരുന്നില്ല. മുതിർന്ന നേതാക്കൾ ഈ പ്രതിസന്ധികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങൾ അതിനിടയിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വി.ഡി. സതീശന് മുമ്പിൽ വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ കൊച്ചി നഗരസഭയിലേക്ക് മേയറായിട്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ. അവിടെ നിന്നാണ് ഇപ്പോഴത്തെ ഈ നാടകീയമായ ട്വിസ്റ്റുകൾ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നതെന്ന് വേണം പറയാൻ. അവിടെ ദീപ്തി മേരി വർഗീസ് എന്ന കെ.സി. വേണുഗോപാൽ പക്ഷത്തിൻ്റെ കരുത്തയായ വക്താവ് മേയർ പദവി കാംക്ഷിച്ചുകൊണ്ടാണ് അവിടെ അന്ന് നഗരസഭയിൽ മത്സരിച്ചതെങ്കിൽ അവസാന ലാപ്പിൽ അംഗങ്ങളുടെ പിന്തുണ മിനിമോൾക്കാണ് എന്ന് പറഞ്ഞ് കൊച്ചി നഗരസഭയുടെ ഭരണം, അല്ലെങ്കിൽ മേയറായി മിനിമോൾ വരുന്നു. അവിടെ കപ്പിനും ചുണ്ടിനുമിടയിൽ ദീപ്തി മേരി വർഗീസിന്റെ മേയർ സ്ഥാനം നഷ്ടമാകുന്നു. ഇതിന് പിന്നാലെ KC പക്ഷം പ്രകോപിതരാകുന്നു. അങ്ങനെയാണ് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും അംഗങ്ങളുടെ പിന്തുണ തന്നെയായിരിക്കും, ഭൂരിപക്ഷം തന്നെയായിരിക്കും ചർച്ചകളിൽ നിർണായകമായി മാറുകയെന്ന നിലപാടിലേക്ക് KC പക്ഷം എത്തുന്നു. അവിടെ മുതൽ തുടങ്ങിയ ഒരു വളരെ സ്ട്രാറ്റജിക്കായ പൊളിറ്റിക്കൽ ഗെയിം തന്ത്രപരമായി KC തനിക്ക് അനുകൂലമാക്കി മാറ്റുന്ന കാഴ്ചയാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എത്തിയപ്പോൾ. 90-ലധികം സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെതായി പട്ടികയിൽ വന്നപ്പോൾ അതിൽ 63 പേർ KC പക്ഷത്തു നിന്ന് തന്നെയായിരുന്നു. ആ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചതാണ് UDF അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായാൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിനായി ക്ലെയിം ഉന്നയിക്കും. അത് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് ക്യാമ്പിനെ എത്തിക്കുമെന്ന കാര്യം അന്നേ ഉറപ്പായിരുന്നു. അത് കൃത്യമായി അക്ഷരം പ്രതി ശരിവെക്കുന്ന സാഹചര്യമാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. ഒരുപക്ഷെ 75 സീറ്റിലായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്, അല്ലെങ്കിൽ ആകെ UDF വിജയിച്ചിരുന്നതെങ്കിൽ അവിടെ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാട് നിർണായകമായി മാറുമായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 63 സീറ്റുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 25 വർഷത്തിന് ശേഷം കോൺഗ്രസിന് തനിച്ച് ലഭിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. അവിടെ ലീഗ് അതൃപ്തി അറിയിച്ച് മാറി നിന്നാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും അതോടൊപ്പം RSPയുടെയും RMPയുടെയും ഒക്കെ പിന്തുണയോടെ
മന്ത്രിസഭ രൂപീകരിക്കാൻ കോൺഗ്രസിന് നിഷ്പ്രയാസം കഴിയും. അങ്ങനെയൊരു അസാധാരണമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ലീഗ് മുമ്പോട്ട് വെച്ച വി.ഡി. സതീശന്റെ പേരിനെ പ്രതിരോധിച്ചുകൊണ്ട് കെ.സി. പക്ഷം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.